വെൽക്കം ടു ആംഗിൾ ബി ലേൺ. സിലബസ് മുഴുവൻ കവർ ചെയ്തിട്ടും എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മാർക്കിലേക്ക് സ്റ്റുഡൻസിന് എത്താൻ പറ്റാണ്ട് പോകുന്ന സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് എന്തുകൊണ്ടാണ്, എന്താണ് ഇതിന്റെ ഒരു റൂട്ട് കോസ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ആൻസർ ആണ് ബേസിക് അക്കാദമിക് സ്കിൽസ് എന്നുള്ളത്. എന്താണ് ബേസിക് അക്കാദമിക് സ്കിൽസ്, എന്തൊക്കെയാണ് അത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയത്, നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ബേസിക് അക്കാദമിക് സ്കിൽസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? അതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. റീഡിംഗ്, റൈറ്റിംഗ്, മെമ്മറി റിട്ടൻഷൻ, ഫോക്കസ്, ടൈം മാനേജ്മെന്റ്, പ്രോബ്ലം സോൾവിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതാണ് മെയിൻ ആയിട്ട് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് അക്കാദമിക് സ്കിൽസ് എന്ന് പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് ബേസിക് അക്കാദമിക് സ്കിൽസ് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ഒട്ടും അറ്റൻറ്റീവ് അല്ല, ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അല്ല, അറ്റൻഷൻ ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് അത് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് അത് ഡെലിവർ ചെയ്യാൻ പറ്റില്ല, എക്സാമിന് എഴുതാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല. അതുപോലെ ബേസിക് ഓപ്പറേഷൻസ് കൃത്യമായിട്ട് അറിയാത്തൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പ്രോബ്ലം സോൾവിംഗ് നല്ല പ്രശ്നമായിരിക്കും. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് പ്രശ്നമാകുന്ന സമയത്ത് ആ കുട്ടി ആലോചിച്ചുണ്ടാക്കി എഴുതി വരുന്ന സമയമാകുമ്പോഴേക്കും ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കറക്റ്റ് സമയത്തിനുള്ളിൽ എക്സാം എഴുതി തീർക്കാൻ പറ്റാണ്ട്, അറിയുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് മാർക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു അക്കാദമിക് പെർഫോമൻസ്, നല്ലൊരു മാർക്കിലേക്ക് ആ കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇതൊരു സബ്ജക്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്റ്റുഡന്റിന് വേണ്ടി മാത്രമുള്ളതല്ല. ഈ സ്കിൽസ് നമുക്ക് ലൈഫ് ലോങ്, നമ്മൾ എത്ര കാലത്തോളം നമ്മൾ പഠിക്കുന്നുണ്ടോ, നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ മനുഷ്യന്മാർ. അപ്പോൾ ആ ഒരു മുഴുവൻ കാലഘട്ടത്തിലേക്കും വേണ്ടിയിട്ട് പേഴ്സണൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് അക്കാദമിക് സ്കിൽസ് ആണ്. എങ്ങനെയാണ് ഈ ബേസിക് അക്കാദമിക് സ്കിൽസ് നമ്മുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായി കേട്ട് ഓർത്ത് വെച്ച് ഡെലിവർ ചെയ്യാൻ പറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് അവിടെ ക്ലിയർ ആയിരിക്കും. പിന്നെ പുതിയ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അതിന് മുകളിൽ നമുക്ക് അതിന്റെ ഹയർ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് പഠിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഹയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിച്ച് പോകണം എന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബേസിക് അക്കാദമിക് സ്കിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവിംഗ് പ്രശ്നമുള്ള സ്റ്റുഡന്റ് ആണ്, ബേസിക് ഓപ്പറേഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റിന് ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്ത് മെല്ലെ കൃത്യമായിട്ട് ചെയ്ത് പോകണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഒരു കുട്ടിക്ക് നല്ല രീതിക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോംപ്രഹെൻഷൻ ഉണ്ട്. ഇപ്പോൾ കുട്ടി വായിക്കുന്ന സമയത്ത്, ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഏതൊക്കെ സ്റ്റെപ്സ് ആണ്, ഏതൊക്കെ ഫോർമുലാസ് ആണ് ഒക്കെ ഓർത്തെടുത്ത് എഴുതി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഒബ്വിയസ്ലി ഹയർ ഗ്രേഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അക്കാദമിക് സ്കിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ സ്കിൽസ് ആണ്, അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനുള്ള സ്കില്ല്. എഴുതാനുള്ള സ്കില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വേണം. വായിക്കാനുള്ളതാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നേടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റീഡിംഗ് സ്കിൽ ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഒരു വേർഡ് പ്രോബ്ലം, മാത്തിൽ ഒരു വേർഡ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഈ ഡിജിറ്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ച സാധനം ഇതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മാത്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിവൺ ഇൻഫോർമേഷൻസ് എടുത്ത് എഴുതുമല്ലേ ഫസ്റ്റ്. അപ്പോൾ ആ ഗിവൺ ഇൻഫോർമേഷൻസ് എഴുതുമ്പോൾ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഡിജിറ്റ് വെച്ചിട്ട് കറക്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് ആ കുട്ടിക്ക് ആ ഒരു ഗിവൺ ഇൻഫോർമേഷൻസ്, ആ ഒരു ഡാറ്റ ആ കുട്ടിക്ക് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം, ആ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ കുട്ടിക്ക് നല്ല റീഡിംഗ് സ്കില്ല് വേണം. അതുപോലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ആൻസർ ഷീറ്റിൽ എഴുതുന്ന സമയത്താണെങ്കിലും നമ്മുടെ തോട്ട്സ് അതുപോലെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റൈറ്റിംഗ് സ്കില്ല് വേണം. അത് നല്ല രീതിക്ക് എഴുതിയും വായിച്ചും തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്ക് അത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മെമ്മറി റിട്ടൻഷൻ സ്കില്ല്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാം അറിയാം, പക്ഷെ നമ്മൾ മറന്നുപോയി, നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യമായിട്ടുള്ള സമയത്ത് നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റണം, അത് ഡെലിവർ ചെയ്യാൻ പറ്റണം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തായിക്കോട്ടെ, എക്സാം എഴുതുന്ന, ക്ലാസ് ടെസ്റ്റ് എഴുതുന്ന, എപ്പോഴാണെങ്കിലും നമ്മൾ ആവശ്യമായിട്ടുള്ള സമയത്ത് നമുക്ക് ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. അപ്പോൾ മെമ്മറി റിട്ടൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് മെമ്മറി റിട്ടൻഷൻ. അത് നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നമുക്ക് അത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, ന്യൂമോണിക്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ വിബ്ജിയോ എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ട, പക്ഷേ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് കൃത്യമായിട്ട് അത് ഓർത്ത് വെക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്സ്, ഇപ്പോൾ മൈൻഡ് മാപ്സ്, ഫ്ലോ ചാർട്ട്, ഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ട് ഈ കുട്ടികൾക്ക് നമുക്ക് മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്ത സ്കില്ലാണ് ഫോക്കസ് ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് ഒരു 40 മിനിറ്റ്സ് ഒക്കെ മാക്സിമം ഒരു അഡൾട്ടിന്, ഇപ്പോൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 25 to 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആ കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ടുണ്ടാവും ഒരേ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കാം, ഡിസ്ട്രാക്റ്റഡ് ആയി പോയാലും എങ്ങനെ അതൊന്ന് തിരിച്ചു വരാം എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടീച്ചർ പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കേട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ എന്നുള്ള സ്കിൽ ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ടൈം മാനേജ്മെന്റ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് എക്സാമിൻ്റെ
ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ എല്ലാ ആൻസേഴ്സും അറിയാം, പക്ഷെ ആ കുട്ടി കുറച്ച് പ്രോബ്ലം സോൾവിംഗിൽ ഇച്ചിരി വീക്കാണ്, അല്ലെങ്കിൽ ബേസിക് ഓപ്പറേഷൻസ് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ ആ കുട്ടിക്ക് ഇരുന്ന് എഴുതി ഉണ്ടാക്കി വരുന്ന സമയത്തേക്ക് ആ ഒരു എക്സാമിന്റെ ടൈം തീർന്നു പോയിട്ടുണ്ടാവും. ആൻസേഴ്സ് ഒക്കെ അറിയായിരുന്നു, പക്ഷേ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ മുകളിൽ ആ കുട്ടിക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് നേടാനോ പറ്റാണ്ട് പോകാറുണ്ട്. നമ്മൾ പറയാറുണ്ട് ഓരോ ക്വസ്റ്റ്യൻ ഇപ്പോൾ മാർക്കിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ക്വസ്റ്റ്യന് മുകളിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ അതിന്റെ മുകളിൽ ഇരിക്കുക എന്നുള്ളത് വേറെ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാണ്ടായി പോകും. ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ചെറിയ മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിന് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല, ആ ഒരു സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് വേണ്ടി പഠിക്കാനാണെങ്കിലും അല്ല എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല പല മാർക്കിന് വരാറുണ്ട്. ഇപ്പോൾ ഒരു ഹോംസ് ലോ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിനകത്ത് 1 മാർക്കിന് എഴുതാൻ പറയാറുണ്ട്, ചില സമയത്ത് അത് 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഓരോ മാർക്കിന് വരുന്ന സമയത്ത് അതിന് എത്ര ടൈം കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല മാർക്കിന് വരുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് നമ്മൾ ആ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ പ്രോബ്ലം സോൾവിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇതിനെല്ലാം നമുക്ക് പ്രോബ്ലം സോൾവിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബേസിക് ഓപ്പറേഷൻസ് സ്ട്രോങ് ആയിരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയും വേണം. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഈ സബ്ജക്ട്സിലുള്ള എക്സാംസ് എഴുതാനും അതുപോലെ പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, എങ്ങനെയാണെങ്കിലും എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന്റെ മാർക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക? നമുക്ക് അതിന് ഒരുപാട് വർക്ക് ഷീറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ പ്രോബ്ലം സോൾവിംഗിനാണെങ്കിലും നമുക്ക് ഒരുപാട് വർക്ക് ഷീറ്റ്സ്, അത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വർക്ക് ഷീറ്റ് ആയിരിക്കണം. ആ കുട്ടിയുടെ ലെവൽ എന്താണ്, ഓരോ സ്കില്ലിലും ആ കുട്ടിയുടെ ലെവൽ എന്താണ്, ആ ലെവലിൽ നിന്നാണ് നമ്മൾ ആ കുട്ടീനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. എല്ലാവർക്കും ഒരേപോലത്തെ വർക്ക് ഷീറ്റ്സ് കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പേഴ്സണലൈസ്ഡ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് ഷീറ്റ്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ സുഡോക്കു, അങ്ങനത്തെ കുറച്ച് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഗെയിംസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ എല്ലാവരും ലാപ്ടോപ്പും ഫോണും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇങ്ങനത്തെ ഈ ബേസിക് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ എല്ലാ ആക്ടിവിറ്റീസും കൂടി എല്ലാ സ്റ്റുഡൻസിനും കൊടുത്തു കഴിഞ്ഞത് വർക്കാവോ? ഇല്ല. ഓരോ സ്റ്റുഡന്റിനും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ചില കുട്ടികൾക്ക് ടൈം മാനേജ്മെന്റ് ആയിരിക്കും പ്രശ്നം ഉണ്ടാവുക, ചില കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആയിരിക്കും പ്രശ്നം ഉണ്ടാവുക, ചില കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കും പ്രശ്നം ഉണ്ടാവുക. ഏത് സ്കില്ലിലാണ് ആ കുട്ടി ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ സ്കില്ലിൽ തന്നെ ആ കുട്ടി ഏത് ലെവലിലാണ് നിൽക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കും പ്രശ്നം എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും, പക്ഷേ ആ പ്രോബ്ലം സോൾവിംഗ് ചെറിയൊരു പുഷ് കിട്ടിയാൽ ആ കുട്ടി എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബേസിക് ഓപ്പറേഷൻസ് മുതൽ നമ്മൾ വർക്ക് ചെയ്യണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടി ഏത് ലെവലിലാണ് സ്കില്ല് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ആ 1-to-1 ഇൻഡിവിജ്വൽ ട്യൂഷന്റെ കൂടെ തന്നെ പാരലായിട്ട് മെന്റർഷിപ്പിൽ നമ്മൾ ഈ ആക്ടിവിറ്റീസും ഈ വർക്ക് ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്കിൽസ് ഒക്കെ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഏർലി സ്റ്റേജ് മുതൽ ആ കുട്ടി കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ട സ്കിൽസ് ആണല്ലേ. പക്ഷെ ഒരു സർട്ടൻ ഏജ് കഴിയുന്ന സമയത്ത് നമുക്ക് ചെറുപ്പം തൊട്ടേ ഈ സ്കില്ല് ലാക്ക് ചെയ്ത് അടുത്ത ഇയറിലേക്ക് അക്കാദമിക് ഇയറിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഗ്യാപ്പ് വരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ ഒരു സ്പെസിഫിക് സ്കില്ല് ലാക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമുക്കതൊരു വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ വീക്സ് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കുട്ടിയുടെ ലെവൽ അനുസരിച്ച്, ആ ഒരു സ്കില്ലിൽ ആ കുട്ടിയുടെ ലെവൽ അനുസരിച്ച് നമുക്ക് ആ കുട്ടീനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനുള്ള സമയത്തിലും നമുക്ക് മാറ്റം വരും. ഇപ്പോൾ നല്ല ഒരു പ്രോബ്ലം സോൾവിംഗിൽ പ്രശ്നമുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് അത്യാവശ്യം നല്ല ലെവലാണ്, ആ കുട്ടിക്ക് ജസ്റ്റ് പുഷ് ചെയ്താൽ മതിയെങ്കിൽ വിത്തിൻ ഫ്യൂ വീക്സ് ആ കുട്ടിയിൽ നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. പക്ഷേ ബേസിക് ഓപ്പറേഷൻസ് മുതൽ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ ആ ലെവലിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മേ ബി ഒരു 2-3-4 മാസങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക, കുട്ടിയുടെ കൂടെ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നും ആ കുട്ടി ഗ്രാജുവലി അത് ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഒബ്വിയസ്ലി അവിടെ ഒരു വിസിബിൾ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ഈ ഒരു സ്കിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും സ്കൂളിങ്ങിന് വേണ്ടി മാത്രം ഉള്ളതല്ല. നമ്മൾ ഒരിക്കലും ഒരു അറ്റൻറ്റീവായിട്ട് ഇരുന്ന് കേൾക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നിർത്താൻ പോകുന്നില്ല. എപ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരും. അതുപോലെ പ്രോബ്ലം സോൾവിംഗ് ലൈഫ് ലോങ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് നമുക്ക് ലൈഫ് ലോങ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ സ്കിൽസ് മുഴുവൻ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്കൂളിങ്ങിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ ഒരു അക്കാദമിക് സക്സസിന് വേണ്ടി മാത്രം എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ആളുടെ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസിനും പേഴ്സണൽ ഗ്രോത്തിനും ഈ സ്കിൽസ് ഹെൽപ്പ് ചെയ്യും.